മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടന ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമേകി പ്രമുഖർ കൈകോർക്കുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ശതകോടീശ്വരന്മാരായ എം.എ. യൂസഫ് അലിയും ടി.എസ്. കല്യാണരാമനും രംഗത്തെത്തിയത് തൃശൂരിന്റെ കണ്ണീരൊപ്പാൻ കരുത്തായി. കേവലം സഹായധനത്തിനപ്പുറം ദുരന്തമുഖത്ത് മനുഷ്യത്വം എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ നീക്കം മാറുകയാണ്. തൃശൂരിന്റെ എം.പി. എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മരിച്ച 14 പേരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. അന്തരിച്ച മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ട്രസ്റ്റ് മുഖേനയാണ് തുക കൈമാറുക. നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് പകരമാവില്ല ഈ സഹായമെങ്കിലും തകർന്നുപോയ ആ ജീവിതങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമേകാൻ ഈ എളിയ കരുതൽ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരന്ത വാർത്ത അറിഞ്ഞയുടൻ സഹായവുമായി എത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രഖ്യാപിച്ചു. തൊട്ടുപിന്നാലെ കല്യാൺ ജ്വല്ലേഴ്സ് എം.ടി.എസ്. കല്യാണരാമൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്നറിയിച്ചത് വലിയ കയ്യടി നേടി. ഇതിനോടകം തന്നെ തുക തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയെ അദ്ദേഹം ഏൽപ്പിച്ചു കഴിഞ്ഞു. മണപ്പുറം ഗോൾഡും ധനസഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തുണ്ട്. ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് നാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഇത്തരം വലിയ മനസ്സുകളാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, അത് ആപത്ത് സമയത്ത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാനുള്ള മനസ്സുകൂടി വേണമെന്ന സന്ദേശമാണ് തൃശൂരിലെ ഈ പ്രമുഖർ നൽകുന്നത്. അതേസമയം 14 പേരുടെ ജീവനെടുത്ത ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് സി.എൻ. രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി സർക്കാർ നിയോഗിച്ചു. തൃശൂർ പൂരത്തിന്റെ ആവേശത്തിനായി ജീവിതം ഹോമിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഭരണകൂടത്തിന് പുറമെ സുമനസ്സുകൾ കൂടി കൂട്ടിനെത്തുന്നത് നാടിന് ആശ്വാസകരമായി.